യാത്ര ചെയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ച ഞാൻ യാത്ര ചെയ്യാതെ മടങ്ങുന്നത്, ഈ ഭൂമി വിട്ടു പോകുന്നത് ഒരപരാധമാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ അങ്ങ് എല്ലാം കളഞ്ഞേച്ച് നമുക്ക് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമോ? ലോകം കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മലയുടെ മണ്ടയ്ക്ക്, ഫോർ എക്സാമ്പിൾ നമ്മൾ മണാലിയിലോ കുളുവിലോ ഏതെങ്കിലും ഒരു മലയുടെ മണ്ടയ്ക്ക് ലോകം കാണാൻ വേണ്ടി നമ്മൾ പോയി നിൽക്കുക. ചുമ്മാ അവിടെ കാശുമില്ലാതെ പോയി നിന്നാൽ വല്ലതും നടക്കുമോ? എന്ത് ലോകപരിചയം അവിടെ ചെന്നാൽ കിട്ടുന്നത്? ലോകപരിചയം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കണം, കുറച്ച് ആളുകളുമായിട്ട് ഇടപെടണം. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നല്ല വർക്ക് പ്ലേസിൽ എത്തിപ്പെടുക, നല്ല ജോലി സാധ്യതകൾ കണ്ടുപിടിക്കുക, അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഓരോ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഓരോരോ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ലോകപരിചയം എന്നുണ്ടാകുന്നത്. ലോകപരിചയം എന്ന് പറയുന്നത് ആ ലോകപരിചയം എന്നുള്ള വാക്കിലല്ല ഇരിക്കുന്നത്. നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നമുക്ക് ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ കയറുമ്പോഴാണ് നമുക്ക് ഈ ലോകപരിചയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് മലയാളം വേർഡായിട്ടാണ് ലോകപരിചയം എന്ന് പറയുന്നത്. അത് നമുക്ക് ചുമ്മാ കുറേ സ്ഥലങ്ങൾ പോയി കണ്ടാൽ നമുക്കൊന്നും നേടണമെന്നില്ല. നമ്മൾ കുറേ സ്ഥലത്ത് പോയി കുറേ വീഡിയോ എടുത്ത് കുറേ ആൾക്കാരുടെ നമ്മൾ ചുമ്മാ വെറുതെ കണ്ടന്റ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് നമുക്കൊരിക്കലും അത് ലോകപരിചയമാണോന്നില്ല. അങ്ങനെ ലോകപരിചയം ആകുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജസ്റ്റ് ഒരു യൂത്തിനോട് നമ്മൾ പറയണം, നിങ്ങൾ പോയി കണ്ടേച്ച് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ട്രാവലിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പക്ഷേ ബാക്കിയുള്ള ഒരു ലോകപരിചയം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ് അല്ലേ. അതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് ട്രാവൽ ചെയ്തെന്നും പറഞ്ഞിട്ട്. ഞാൻ അടക്കം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ക്യാമറയും എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. അങ്ങനെ നടക്കത്തില്ല, എല്ലാവർക്കും നടക്കണമെന്നില്ല. അല്ലെങ്കിൽ അതുപോലെ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ബാക്കിൽ നമ്മളെ താങ്ങും തണ്ടലുമായിട്ട് നിർത്താൻ നമ്മുടെ കാരണവന്മാർ കുറച്ച് സ്കൂളും കോളേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. നീ എതിലേലും പോയി ക്യാമറയുമായിട്ട് പൊക്കോളാണെന്ന് പറയുന്നവരെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലെ, ഒരു മോണറ്റൈസ്ഡ് ആയിട്ടൊരു ചാനലുണ്ട്, ബില്ലായിക്കൊണ്ടിരിക്കുക, ഓരോ വീഡിയോ ഇടുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇത് യൂത്തിനോട് നമുക്ക് ചുമ്മാ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ ചെന്ന് പെട്ടുവിടുന്നത് വലിയൊരു ജോലി കളഞ്ഞാച്ചായിരിക്കും വലിയൊരു കുഴിക്കകത്തോട്ട് ചെന്ന് വീഴുന്നത്.